ഹലോ, അസ്സാം വലൈക്കും. നമുക്കിന്ന് പഠനപ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആയാലോ? ഓക്കെ, നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാനുള്ളത് അതിന്റെ കാരണങ്ങളാണ്. ഓക്കെ, ഏതൊരു സംഭവത്തിന്റെയും കാരണങ്ങൾ എന്താന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ കാരണം പരിഹരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ ആ പ്രോബ്ലം സോൾവ് ആയി കിട്ടും. ഓക്കെ, നമ്മളെ വീട്ടിലും ചുറ്റുവട്ടത്തും ഒക്കെ ഉണ്ടാവും പഠിക്കാനൊന്നിനും കൊള്ളില്ല എന്ന് പറയുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടാവും. അപ്പോൾ അത്തരം കുട്ടികൾ എന്തുകൊണ്ടാ ഇങ്ങനെ ആയതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി പോവാം. ഓക്കെ, പഠന പിന്നോക്കാവസ്ഥയ്ക്കുള്ള കാരണങ്ങൾ പ്രധാനമായും 4 ഒന്ന്, സ്കൂളുമായി ബന്ധപ്പെട്ട ചില കാരണങ്ങൾ. 2, വീടുമായി ബന്ധപ്പെട്ട ചില കാരണങ്ങൾ. 3, സമൂഹവുമായി ബന്ധപ്പെട്ട ചില കാരണങ്ങൾ. 4, ആ കുട്ടിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും കാരണങ്ങളും ഉണ്ടാവും. അപ്പോ ഇത് ഏത് പ്രശ്നമാണ് കുട്ടിയെ ബാധിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ആ കുട്ടിയുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ 4 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ ഉണ്ടെങ്കിൽ എന്താ പറയാ, ഒരു കുട്ടിക്ക് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് വീട്ടിൽ ഒരു പ്രശ്നം ഇല്ല, പക്ഷെ സ്കൂളിൽ പോയാലേ അവൻ ആകെ അലമ്പാണ്, ഒന്നും പഠിക്കുന്നില്ല, എന്താ പറയാ, സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും അറിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ആ കുട്ടിക്ക് ആ സ്കൂളിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്നാണ്. ഓക്കെ, അപ്പൊ ചില കുട്ടികൾക്ക് സ്കൂളിലും ഒരു പ്രശ്നം ഉണ്ടാവൂല, നാട്ടിലും പ്രശ്നം ഉണ്ടാവൂല, പിന്നെന്താ പറയാ, വേറെ എവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വീട്ടില് പാരന്റ്സോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ആ കുട്ടി നേരിടുന്നുണ്ടാവും. അപ്പൊ അത് കാരണത്താലാണ് ആ കുട്ടിക്ക് പഠിക്കാൻ വേണ്ടി പറ്റാത്തത്. അപ്പോ നമുക്ക് സ്കൂളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ കാരണമാണ് ടീച്ചറും കുട്ടിയുമായിട്ടുള്ള ബന്ധം. ടീച്ചറും കുട്ടിയുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടെങ്കിൽ ആ ടീച്ചർ പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ ആ കുട്ടി ചോദിക്കും, ഇത് എനിക്ക് മനസ്സിലായിട്ടില്ലല്ലോ. അപ്പൊ ആ ടീച്ചർ നന്നായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കും. നേരെ മറിച്ച് അവർ തമ്മിൽ നല്ലൊരു ബന്ധം ഇല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായാൽ ചോദിക്കാൻ തന്നെ പേടിയായിരിക്കും. ഓക്കെ, അപ്പോൾ നല്ലൊരു ബന്ധം ടീച്ചറും കുട്ടിയും തമ്മിൽ വേണം. പിന്നെ ഉണ്ടാവുന്നത് ചില ടീച്ചേഴ്സ് എക്സാം ഒക്കെ അടുക്കാനായ ടൈമിൽ അല്ലെങ്കിൽ ആ ടീച്ചേഴ്സിന് പെട്ടെന്ന് പാഠഭാഗങ്ങളൊക്കെ തീർത്തു പോകണം, പെട്ടെന്ന് തീർക്കണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്താക്കുക, ഓരോന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. കുട്ടി പഠിക്കണം എന്നുണ്ടാവില്ല, പക്ഷെ എന്താക്കണം, ഇന്ന് ഈ പാഠം കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന് ഇത് കംപ്ലീറ്റ് ചെയ്യണം. അവരുടെ മനസ്സിൽ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോൾ കുട്ടി പഠിക്കാനുള്ള സാധ്യതയില്ല. പിന്നെ ചില സ്കൂളിൽ മാനേജ്മെന്റിന്റെ അമിതമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവും. ചിലപ്പോ ചില ടീച്ചേഴ്സൊക്കെ എന്താ പറയാ, കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് പഠിക്കാന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, അത് ആടെ പോയിക്കൂടെ, ഇവിടെ പോയിക്കൂടെ, അങ്ങനെ ആയിക്കൂടെ, ഇങ്ങനെ ആയിക്കൂടെ, അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. അതും കുട്ടികളുടെ പഠന രീതിയെ ബാധിക്കും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികളുടെ കൂട്ടുകെട്ട് എന്ന് വെച്ചാൽ ചില കുട്ടികൾക്ക് പഠിക്കാൻ തീരെ താല്പര്യമില്ലാത്ത കുട്ടികൾ ഉണ്ടാവും. അപ്പൊ അത് എന്താ പറയാ, അവരൊരു ഗ്യാങ് ആയിട്ടുണ്ടാവും. അപ്പൊ നല്ല പഠിക്കുന്ന കുട്ടികൾ അതിന്റെ കൂടെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷെ അവരെല്ലാരും പഠിച്ചു എന്ന് വരാം. ചിലപ്പോ ഈ കുട്ടിയും ആ കുട്ടികളെ പോലെ തന്നെ ഒന്നും പഠിക്കാണ്ട് ആവാം. ഓക്കെ, കൂട്ടുകെട്ട് എന്താവുന്നുണ്ട്, നമ്മളെ കുട്ടികളുടെ പഠനത്തെ ബാധിക്കുന്നുണ്ട്. പിന്നെ പഠിപ്പിക്കാൻ കഴിവുള്ള അധ്യാപകർ ഇല്ലാതിരിക്കുക. കാരണം എന്താ പറയാ, പഠിച്ചതിന് ശേഷം ഒരുപാട് ജോലി ട്രൈ ചെയ്തിട്ട് ഒരു ജോലിയും കിട്ടിയിട്ട് അങ്ങനെ അവസാനം ടീച്ചിങ് മേഖലയിലേക്ക് കടക്കാമെന്നുള്ള രീതിയിൽ ജോലി, പേരിനൊരു ജോലി എന്നുള്ള രീതിയിൽ സ്കൂളിലേക്ക് വരുന്ന അധ്യാപകരൊക്കെ ഉണ്ടാവും. അവര് എന്താ പറയാ, കുട്ടികളെ പഠിപ്പിക്കണമെന്ന് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യുന്ന ജോലിയൊന്നും ആയിരിക്കൂല. അപ്പോൾ അത്തരം അധ്യാപകർ എന്താക്കും, കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമാകുന്നുണ്ട്. ഓക്കെ, അതേപോലെ തിങ്ങി നിറഞ്ഞ ക്ലാസ് റൂമുകള്, തീരെ സൗകര്യമില്ലാത്ത സ്കൂളുകള്, അപ്പൊ അങ്ങനെ പല പല കാരണങ്ങൾ സ്കൂളിൽ ഉണ്ടാവും. ഞാൻ ഈ പറഞ്ഞതിന് പുറമേയും പല കാരണങ്ങളും ഉണ്ടാവാം. ഓക്കെ, ഞാൻ നോട്ട് ചെയ്ത കാരണങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനിയും വേറെയും കാരണങ്ങളുണ്ട്. അത് കുട്ടിയുമായി ബന്ധപ്പെട്ടതുണ്ട്, പിന്നെന്താ ഉള്ളത്, സമൂഹവുമായി ബന്ധപ്പെട്ട കാരണങ്ങളുണ്ട്, വീടുമായി ബന്ധപ്പെട്ട കാരണങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് വേറൊരു വീഡിയോ ആയിട്ട്
ഇൻഷാ അള്ളാ അത് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇന്ന് ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.